केरला से आए मैं ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ എട്ടാമത്തെ സ്റ്റേറ്റായ ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹീൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം. ആ പോകുന്ന വഴിക്കാണ്, അതായത് നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. ഇന്ത്യ ഗേറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതിൻ്റെ മുന്നായിട്ട് എനിക്ക് വണ്ടിക്ക് ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട്. അതായത് ചൈനീസ് പോക്കറ്റും പോയിട്ടുണ്ട് വണ്ടിയുടെ. അപ്പോൾ അതൊന്ന് സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് റെഡിയാക്കണം. ഇവിടെ തൊട്ടടുത്ത് റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഒന്ന് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ബാക്കി അങ്ങോട്ടുള്ള മൂവ്മെൻറ്റ്. മണാലി കയറണം. അപ്പോൾ ഇവിടുന്ന് ഒരു മലയാളീനെ പരിചയപ്പെട്ടു. പുള്ളി റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചാൽ മതി അവിടെ എത്തിയിട്ട് പറഞ്ഞു. അപ്പം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്. ഇറ്റ്സ് മീ റിഷാൻ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ന്യൂഡൽഹീൻ്റെ തിരക്കേറിയ ലൈഫിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലേക്കാണ്. ജസ്റ്റ് 2 മിനിറ്റേ ഉള്ളൂ കാണിക്കുന്നത്. പക്ഷേ ഈ ബ്ലോക്ക് കാരണത്താൽ ഒരു 15 മിനിറ്റെങ്കിലും കറങ്ങേണ്ട അവസ്ഥയാണ് വരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. നമ്മൾ വണ്ടീൻ്റെ സർവീസും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ന്യൂഡൽഹിയിലൊരു ഷോറൂമിലാണ് കയറ്റിയത്. അപ്പോൾ ചൈനീസ് പോക്കറ്റാണ് പോയത്. മൊത്തത്തിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചെറിയ ബ്രേക്കും അഡ്ജസ്റ്റ്മെൻറ്റും മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. അപ്പോൾ അതവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോണും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ, റോഡിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇവിടുന്നാണ് റോയൽ എൻഫീൽഡിൻ്റെ ഇതൊക്കെ ചെയ്തത്. ചൈനീസ് പോക്കറ്റും ബ്രേക്ക് ഷൂ എല്ലാം മാറ്റി. അപ്രോക്സിമേറ്റ്ലി 3500 രൂപയുടെ അടുത്തായി. അപ്പോൾ എന്തായാലും മാറ്റിയിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ചൈനീസ് പോക്കറ്റിൽ നിന്ന് ചെയിൻ ഇങ്ങനെ പോക്കറ്റിൽ നിന്നും ചെയിന് മിസ്സാവുന്ന പോലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എന്തായാലും നമ്മൾ മുകളിലേക്ക് കയറില്ല. അപ്പം അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പോവാം. സഫു ഓക്കെ അല്ലേ? മൂഡ് നോക്കിതാ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ. ഇനി ബാക്ക് ടു റൈഡ്. ഗായ്സ്, ഡൽഹി എന്ന് പറഞ്ഞാൽ ഫുൾ റഷ് സിറ്റിയാണ് കേട്ടോ. രക്ഷയില്ലാത്ത തിരക്കാണ്. മുമ്പേനേക്കാളും റഷ് ഉണ്ട്. കാരണം ഒരുപാട് വണ്ടികളുണ്ട്. പൊല്യൂഷൻ. ഞങ്ങൾ ഇന്നലെ വിസിബിലിറ്റി വരുന്ന സമയത്ത് ഫുൾ ഒന്നും കാണല. വിസിബിലിറ്റി എന്ന് പറഞ്ഞ സംഗതി ഇല്ല. പൊല്യൂഷൻ സിറ്റിയാണ് ശരിക്കും സത്യത്തിൽ പറയണം. അതെ അതെ, എത്ര ഒരു മീറ്ററിൻ്റെ ഡിസ്റ്റൻസിലേക്ക് കാണാൻ പറ്റുന്നുള്ളൂ. വിസിബിലിറ്റി ഭയങ്കര അതായിരുന്നു. ഞാൻ വിചാരിച്ചു മഞ്ഞാണെന്ന് വിചാരിച്ചു, പക്ഷെ അത് മഞ്ഞല്ലായിരുന്നല്ലോ സഫു. അതെ, നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. മഞ്ഞല്ലായിരുന്നു അത് എന്തായാലും. റോഡിനൊക്കെ നല്ല വീതിയും വിസ്താരണം, നല്ല വൃത്തിയുണ്ട് അല്ലേ? അതെ, നല്ല വൃത്തിയുണ്ട്. എല്ലാ ജംഗ്ഷനിലും പോലീസായിട്ടും മിലിറ്ററീസായിട്ടും എല്ലാവരും ഉണ്ട്. സോ സെക്യൂർഡ് ആണ്. അതുകൊണ്ട് തന്നെ അതന്നെ ഞാൻ പറയണ കാര്യങ്ങൾ പറയണ, അത്രയും സെക്യൂർഡ് ആണ്. അതെ അതെ, ശരിയാണ്. അതുകൊണ്ട് തന്നെ നല്ല സെക്യൂർഡ് ആണ്. നിങ്ങൾക്കൊരു സംഗതി കാണിച്ചു തരാം കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ ഓട്ടോറിക്ഷയിലെ ഓട്ടോ ഡ്രൈവേഴ്സൊക്കെ ഏറിപ്പോൾ മാക്സിമം എത്ര 2 പേരെടുത്തും. ഫ്രണ്ടിൽ ഒറ്റ ഒരുത്തരും ഇരുത്തില്ല. നോ ഇഷ്യൂ. ഫ്രണ്ടിൽ ഒരാളിരുത്തില്ല. പക്ഷേ ഇല്ലില്ല, 3 പേര് മാക്സിമം. ഇത് ഇവിടുത്തെ നിങ്ങൾ കണ്ടോ, 4 പേര് മുന്നിൽ. ഇതിൽ ആരാ ഡ്രൈവർ എന്നുള്ള അറിയില്ല. കണ്ടോ, 4 പേര് മുന്നിലും ബാക്കിലും 4 പേരും. സോ ടൈറ്റായിട്ടിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര ഇതട്ടോ. ഇത്ര ബാക്കിയെല്ലാം ഹെൽമറ്റും കാര്യങ്ങളും എല്ലാ റൂൾസൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഓട്ടോയിൽ 4ഉം 6ഉം 7ഉം എല്ലായിടത്തും, കേരളത്തിൽ പുറത്ത് ഒരുവിധം എല്ലായിടത്തും ഓട്ടോയിൽ കുത്തി നിറച്ചിട്ട് പോകും. ഓട്ടോ അല്ലാതെ തന്നെ വലിയ ബാക്കിൽ സാധനം കൊണ്ടുപോകുന്ന വലിയ ഗുഡ്സ് ലോറികളിലൊക്കെ ആൾക്കാരെ കുത്തി നിറച്ചിട്ട് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ സേഫ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാടിന് കേരളത്തിൽ തന്നെ ആയിരിക്കും നല്ലത് തോന്നുന്നു. नहीं, ये केरला से है सर. केरला से है. केरला से आया मैं. इधर का गाड़ी नहीं है. क्या सर? मॉडिफाई साइलेंसर है आपका? नहीं, मैं दो वीक पहले परचेस किया. अभी तक चेंज करने के लिए टाइम नहीं मिला. मैं केरला से आया.
बाहर की ओर से चेंज करवा चाहिए, ठीक है? ओके थैंक्स, चेंज करवाइए। थैंक यू सो मच सर। तो कोई कर देगा चालान इसमें? मैं चेंज करेगा, केरला से वापस आएगा बाद में। करवा चाहिए। ओके थैंक यू सो मच सर। क्या हो केरला से है बेचारे, काम करवा लीजिए उसको। ഓക്കെ ബൈ ഗൈസ്. അപ്പം പോലീസ് പൊക്കി ബുള്ളറ്റിൻ്റെ ഇതാണ് ചോദിച്ചത്, എന്താണ് ബുള്ളറ്റിൻ്റെ സൈലൻസർ ഇങ്ങനെ സൗണ്ട് എന്ന്. വെറുതെ ഞാൻ മൂപ്പര് നോക്കിയപ്പോൾ അങ്ങനെ ചോദിച്ചതാണ് മൂപ്പര്. ഓക്കെ, ഞാൻ ക്യാമറ റെക്കോർഡ് കണ്ടപ്പോൾ മൂപ്പര് ചെറുങ്ങനെ പേടിച്ച്. ആ പോലീസ് എന്തോ ആണ്, മേഡിയോ എന്തോ ആണ് വിചാരിച്ചിട്ട് മൂപ്പര് മെല്ലെ സ്കിപ്പ് ചെയ്ത് തോന്നുന്നത്. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാണ്, അപ്പോൾ ഞാൻ നേരെ തിരിച്ച് പോയിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. ആ ഓക്കെ എന്ന് പറഞ്ഞത്. ഇനി നേരെ നമ്മൾ പോകുന്നത് ഡൽഹിയിലെ ജുമാ മസ്ജിദ് കാണാനാണ്. എന്തായപ്പോൾ ജുമാ മസ്ജിദ് ഒരു വലിയൊരു സംഭവം തന്നെയല്ലേ. ജുമാ മസ്ജിദ്, ഡൽഹിയിലെ ജുമാ മസ്ജിദും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. അപ്പം കണ്ടുകൊണ്ടിരിക്കുക, നല്ല നല്ല വീഡിയോ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൽഹി എപ്പോഴും റഷാണ്, പക്ഷേ അതിനനുസരിച്ച് നല്ല തണുപ്പുണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ള പൊല്യൂഷൻ അത് ഭയങ്കരമാണ് ഡൽഹിയിൽ, നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ജുമാ മസ്ജിദ്. ഓ രണ്ട് സൈഡും ഫുള്ള് കച്ചവടക്കാരും. ഓ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ. പാർക്കിംഗ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റില്ല, നേരെ പോയി നോക്കാം. ഫുൾ തിരക്കാണ്, റഷോട് റഷ്. അങ്ങനെ നമ്മളിതാ ഡൽഹിൻ്റെ ജുമാ മസ്ജിദിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഫുള്ള് തിരക്കാണ്, കച്ചവടക്കാരും വിസിറ്റേഴ്സും ആയിട്ടുള്ള ഫുള്ള് തിരക്കും കാര്യങ്ങൾക്ക് ഇടയിലൂടെ പോവാണ്. കാണിച്ചു തരാം കേട്ടോ. സൈഡിൽ ബിരിയാണി കച്ചവടവും ഡ്രസ്സിൻ്റെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഉണ്ട്. തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മളങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, പോക്കറ്റ് അടിക്കുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ വരുന്നവർക്ക് എഗ് ബിരിയാണി അതേമാതിരി കാര്യങ്ങളൊക്കെ തിന്നാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം ജുമാ മസ്ജിദിൻ്റെ ആ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒറിജിനൽ മസ്ജിദ് ഇതാ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഒറിജിനൽ മസ്ജിദ്. അപ്പം എല്ലാവർക്കും ലേഡീസും മെൻസും എല്ലാവരും ഒരേപോലെ വന്നിരിക്കുന്നൊരു സ്പോട്ടാണ്. അടിപൊളി സ്പോട്ട് കേട്ടോ. എന്തായാലും നല്ല തിരക്കാട്ടോ. നമ്മൾ നാട്ടിലെ ആൾക്കാർ ബീച്ചിലൊക്കെ ഇരിക്കുന്ന പോലെയാണ് ഇവിടെ ആൾക്കാർ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. എല്ലാവരും ബിസി വിത്ത് ഫാമിലി. അപ്പം എന്തായാലും സോ ഹാപ്പി. ഫസ്റ്റ് ടൈം ആണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഇത് മാത്രമല്ല, ഞാൻ വന്ന എല്ലാ സംഗതികളും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടതിൽ വലിയ സന്തോഷം. ജുമാ മസ്ജിദിൽ നിന്നും ഇറങ്ങി ഒരുപാട് കാഴ്ചകളുണ്ട്. നല്ല തിരക്കാണ്, ഭയങ്കര റഷാണ്. അപ്പം ഇങ്ങനെയെങ്കിലും കാഴ്ചകളാവണം. കഴിഞ്ഞ് നല്ല ഇരുടായി. ഇനി നമ്മൾ നേരെ ഹിമാചലിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പം എവിടത്തോളം എത്തും അവിടെ വരെ പോയിട്ട് അവിടെ റൂം എടുക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഡൽഹി കഴിഞ്ഞ് സോനിപത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം, ഹരിയാന എത്തുന്നതിന് മുന്നേ കുറച്ച് ഇങ്ങോട്ടാണ്. അപ്പം സോ ടയർഡ്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചായിട്ടുള്ളാവും എന്തായാലും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ ഷിംല മനാലി കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. അപ്പം സൈനിങ് ഓഫ് ബൈ ഋഷഭ്.